അലോയ്സ് കാര്യങ്ങളൊക്കെ പിന്നെ കോസ്റ്റ്ലി അലോയ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ, പിന്നെ ഉള്ളിൽ ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. വണ്ടി കാണാൻ നല്ല ആലുവ പോലത്തെ വണ്ടി. ഇത് എത്ര മോഡൽ വരുന്നത് ഉണ്ട്. മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനില്ല. എണ്ണ അടിച്ചാൽ ഓടാ. ഈ ചെക്കന്മാരെല്ലാം ഉണ്ടെങ്കിൽ നോക്കിക്കാൽ കേട്ടോ. ചെക്കന്മാർക്ക് ഇത് കണ്ടാൽ തന്നെ എടുക്കും, പിന്നെ പൈസ നോക്കൂല. എത്ര ചോദിക്കുന്നത്? ഇത് ആ ഒരു വിലയുണ്ട്. ആൾറെഡി വില ആയ വണ്ടിയാണ്. 1.60 ചോദിക്കുന്നത്. 1.60 ചോദിക്കുന്നുണ്ട്. അത് അത്രയും കൂടുതൽ ചോദിക്കാൻ കാരണം ഈ മോഡിഫിക്കേഷൻ അതിനുള്ള മുതലുണ്ട് കേട്ടോ. ഇവര് 1.60 ചോദിക്കുമ്പോ നമുക്കിപ്പോ ചിരിക്ക് വരും, പക്ഷെ അതിനുള്ള മുതൽ വരും. ഓക്കെ, അതെല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു റേറ്റ് ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാൽ കേട്ടോ. പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്കായി കൊണ്ടു നടക്കാൻ പറ്റിയ നല്ല അരിച്ചാപ്പള്ളി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ തപ്പി നടക്കുന്ന ഇറ്റിയോസ് ഉണ്ട്, ഇറ്റിയോസ് ലിവ ഉണ്ട്, സെഡാൻ വണ്ടികൾ ഇവിടെ കുറെ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ സെൻ ഉണ്ട് കേട്ടോ. സെൻ 2 പീസ് സെൻ ഉണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. ഓക്കെ, ജനപ്രിയ വണ്ടികളാണ്. പിന്നെ 7 സീറ്റർ വണ്ടികളുണ്ട്. 7 സീറ്റർ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് നസറുദ്ദീനാണ്. എന്തൊക്കെയുണ്ട് നസറുദ്ദീൻ? ബിഗ് ബോസ് ആണ് കേട്ടോ. കച്ചവടം എന്തോട്? ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് മലപ്പുറം കൊണ്ടോട്ടി റോഡിലാണ് വരുന്നത്. മലപ്പുറം ഒരു 6 കിലോമീറ്റർ കൊണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ, ഇവിടുന്ന് കൊണ്ടോട്ടി ചേർന്ന് വരുമ്പോ വെള്ളാമ്പ്ര കഴിഞ്ഞിട്ട് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ വള്ളാമ്പ്ര കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു ഡിസൈറിൽ നമുക്ക് തുടങ്ങാം. അല്ല, ഇതൊരു റീ വണ്ടി അല്ലേ? റീ വണ്ടിയാണ്. ചെറിയൊരു ബഡ്ജറ്റിൽ ഡീസൽ കാർ. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഡീസൽ കാർ. വണ്ടി നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോളൂ, കാരണം റീ ആയതുകൊണ്ട്. പിന്നെ അല്ല, നമ്മളിപ്പോ നല്ല ഗ്യാരണ്ടി ഒക്കെ പറയും, പക്ഷെ ചെക്ക് എല്ലാം ചെയ്യുന്നത് എല്ലാവർക്കും നല്ലതാണ്. ഓക്കെ, അപ്പോ ഇത് എത്ര മോഡൽ വരുന്നത്? 2016 മോഡൽ. ഓക്കെ, LD ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ പുതിയ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നുണ്ടോ? ഒന്നുമില്ല, ഫിറ്റ് ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വന്നിട്ട്. ഓക്കെ, ഓട്ടോ ഒക്കെ എത്ര ഉണ്ടാവും? 1,56,000. 1,56. ഓട്ടം ചെറിയ വൈഡ് ആയിരിക്കുന്നത്, ജെനുവിന് പറയാൻ കഴിയില്ലല്ലോ. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. എത്ര ചോദ്യം? 3 രൂപ. 3 രൂപ ചോദിക്കുന്നുണ്ടല്ലോ. വില കുറയോ? മാക്സിമം ഫുള്ള് ലോൺ കിട്ടുമല്ലോ. ഒരു 2.5 ലോൺ. ചെറിയ ചില്ലറ പൈസ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാൻ പറ്റും കേട്ടോ. 3 രൂപ ചോദിക്കുന്നുണ്ടെങ്കിൽ വില കുറച്ച് തരും. ഒരു ഇറ്റിയോസ് നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്രയാണ്? 2016 മോഡൽ. 16 മോഡലാണ്. ഓപ്ഷൻ തന്നെ VD ആണ്. ഓപ്ഷൻ VD അല്ലേ? ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഓക്കെ, കമ്പനി ആൻഡ്രോയിഡാ വരുന്നത്? സാധാ നല്ല ലെതറിന്റെ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എത്ര ഓടിക്കുന്നത്? ഇത് 1.20 ഓടിക്കണല്ലേ. ഇത് റീ വണ്ടിയല്ലേ? കേരള വണ്ടിയല്ലേ? ഇപ്പൊ ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ്. റീ രജിസ്റ്റർ വണ്ടിയാണ് കേട്ടോ. അത് ഇവിടെ ഇവര് മെയിൻ ആയിട്ട് ടൊയോറ്റന്റെ വണ്ടികളാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇവര് സെയിൽ ചെയ്യുന്നത്. അപ്പോ അതില് ഈ ടൊയോറ്റന്റെ വണ്ടികളൊക്കെ ഇവിടെ റീ വണ്ടി ആയിരിക്കും. ബാക്കിയൊക്കെ സാധാരണ മാരുതിന്റെ ഹോണ്ടന്റെ ഒക്കെ കേരള വണ്ടി തന്നെ. ഈ ടൊയോറ്റന്റെ വണ്ടികൾ മാത്രം റീ ഉണ്ടായി. ഇറ്റിയോസ് ലിവ, അതുപോലെ തന്നെ ഫോർച്യൂണർ, ഇന്നോവ. ഓക്കെ, ഇന്നോവന്റെ ഫോർച്യൂണറിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത് വില? 5,400 ചോദിക്കുന്നത്. 5,400 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. ഓക്കെ, മോഡൽ എത്ര പറഞ്ഞത്? 2016 മോഡൽ. VD ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഓൾറെഡി നമ്പറായ വണ്ടിയാണ്. 5,400 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് തരും. മാക്സിമം 10,000 ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം. ഓക്കെ, നമുക്ക് നല്ല ആലുവ പോലത്തെ ഉണ്ടായിന്റെ i20 ആസ്ത ഡീസൽ വണ്ടി നമുക്ക് പരിചയപ്പെടാം. ഈ മോഡൽ എത്രയാണ്? ഇത് 2018 മോഡൽ. ആസ്താണ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. മാനുവൽ വണ്ടി, മാനുവൽ അല്ലേ? മാനുവൽ ആണ്. ഓക്കെ, വണ്ടി എന്ത് റീപ്ലേസ് കാര്യങ്ങൾ? പിന്നെ ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഡിക്കി ഗ്ലാസ് ആണ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ല. മേജർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് ഷോറൂം കൊണ്ടുപോയിട്ട് ഫിൽറ്റർ ഒക്കെ മാറിയതാണ്. മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാൻ എണ്ണടിച്ചോടാ, അത്രേ ഉള്ളൂ. വണ്ടി കാണുമ്പോൾ തന്നെ നല്ല ലുക്കാണ്. പിന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡബിൾ കളറിൽ വരുന്ന വണ്ടികളൊക്കെ പിന്നെ ഏത് വണ്ടി ആയാലും ഒരു കാണുമ്പോൾ ഒരു നല്ല ഭംഗി ഉണ്ടാവും. ഓക്കെ, ഇത് മാക്സിമം ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജ് ഒക്കെ കിട്ടൂലേ? 20 കിട്ടൂലേ? കിട്ടും. പിന്നെ ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? 6,300 ചോദിക്കുന്നത് അല്ല? എന്തെങ്കിലുമൊക്കെ വില കുറച്ച് കൊടുക്കും. ഓക്കെ, മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഒരു 10-50 മതിയല്ലേ? നല്ല പ്രൊഫൈൽ ആണെങ്കിൽ 50 മതി. വെറും 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാൻ പറ്റും. 6,75 ചോദിക്കേണ്ട വില കുറച്ച് തരും. പിന്നെ നമ്മൾ ഓട്ടം ചോദിച്ചില്ല. ഓട്ടം എത്രയാണ്? 80,000. 80,000 സർവീസ് ഉണ്ട്. സർവീസ് ചെയ്താ. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഇവിടെ നമുക്കൊരു ഇറ്റിയോസ് നമുക്ക് നോക്കാം. ഇത് നമ്പറായ വണ്ടിയാണ്. ഓക്കെ, വണ്ടി എന്ന് പറയും? 2016 മോഡൽ വരുന്നത്. 2016 മോഡലാണ്. GD ആണ്, ഡീസലാണ്. അത്യാവശ്യം മൈലേജ്. പിന്നെ ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ ടാക്സിക്കാരൊക്കെ കൂടുതൽ യൂസ് ആക്കുന്ന വണ്ടിയാണ്.
ഇതൊക്കെ ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മള് പൈസ ഉണ്ടാകുമ്പോൾ എടുത്തു വെച്ചാലില്ലേ നമുക്ക് ഒരു അവര് പണിയും പൈസ ഒന്നും ഇല്ലാത്തൊരു സമയം ഉണ്ടല്ലോ അത് പറയാൻ പറ്റൂല. ഏത് ഇപ്പൊ എന്റെ അവസ്ഥ അങ്ങനെയാണ് ഉള്ളത്. നമ്മളിപ്പോ തുറന്നു പറഞ്ഞ ഒരു കുഴപ്പമില്ല. അപ്പോ പൈസ ഇല്ലാത്ത സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ടാക്സി ആക്കാം, യൂബർ ആക്കാം, അങ്ങനത്തെ പരിപാടി ഉണ്ട് ഇതില്. ഇത് മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങൾ തട്ടുമുട്ട് പേർക്ക് ഒന്നുമില്ല. നല്ല വണ്ടിയല്ലേ? എത്ര ചോദിക്കണേ? ഇത് നമ്മൾ 5-15 ചോദിക്കും. 5-15 ചോദിക്കുന്നുണ്ട്. ചെയ്ത് കൊടുക്കല. 2016 മോഡലാണ്. 2016 മോഡലാണ്. 5-15 ഓക്കെ. അടുത്ത നമുക്ക് ഉണ്ടായിന്റെ ഫോർഡ് ഫിഗോ ആണല്ലേ? ഓക്കെ. അത് എത്ര മോഡലാണ്? അത് 2018 മോഡല്. 18 കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. ഓട്ടോമാറ്റിക്കാ? സിംഗിൾ ആർസി മാനുവൽ വണ്ടി അല്ലേ? അത് എത്ര ഓടി ഉണ്ടാവും? അത് 84,000. സർവീസ് ഹിസ്റ്ററിയും കാര്യമൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ? ഓക്കെ. നല്ല സർവീസും കാര്യമൊക്കെ ഉള്ളതാണ്. എത്ര ചോദ്യം? 4-10 ചോദിക്കും. വണ്ടി ക്വാളിറ്റി ഉണ്ട്. പെട്രോളോ ഡീസലാ? ഡീസലാണ്. മൈലേജ് കിട്ടും. 10-20 മൈലേജ് കിട്ടും അല്ലേ? ഇതിന്റെ മുകളിൽ എന്തായാലും കിട്ടും. എത്ര ചോദ്യം? 4-10 ചോദിക്കും. 4-10 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കൂല. ചെറിയ മാറ്റം ചെയ്തു. ഇവിടെ നമുക്ക് ഉണ്ടായിന്റെ അതേതാ ഗ്രാൻഡ് ഐട്ടൺ. എത്ര മോഡല്? അത് 2014 മോഡലാണ്. 2014 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ആസ്താണ്. ഓട്ടോമാറ്റിക്. ഡീസൽ അത്? പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. അതൊക്കെ എത്ര ഓടിക്കുന്ന വണ്ടി? നിലവിൽ 65,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? വണ്ടി എന്ത് പാട്? റീപ്ലേസ്? ഓക്കെ. എത്ര ചോദ്യം? 4,400 ചോദിക്കും. 4,400 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റം ചെയ്തു. ഓക്കെ. നമുക്കിത് ഈക്കോ നോക്കാം. ഈക്കോ 5 സീറ്റർ എ സി ഇല്ലാത്തല്ല, 5 സീറ്റർ ആണ്. 5 സീറ്റാണ്. അത് പെട്രോളും ഗ്യാസും കൂടെ ഒരുമിച്ചുള്ള അല്ലേ? ഓക്കെ. വണ്ടി എന്ത് പാട്? നല്ല വണ്ടിയാണ്. മോഡൽ എത്ര? 2013 ആണ് അല്ലേ? ഓക്കെ. എത്ര കൊടുക്കാം? അത് നമുക്കൊരു 2,400 ചോദിക്കണം. എന്തെങ്കിലും ചെറിയ മാറ്റം എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. കുറച്ച് കേട്ടോ, ഫിക്സ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ ആണ്. അടുത്ത നമുക്ക് ഇവിടെ ഒരു WRG അത് കൊടുത്തില്ല വണ്ടി. അത് സോൾഡ് ആയിക്കണേ. വേറെ ഏതാ വണ്ടിയുള്ളത്? ഇനി സണ്ണി ഉണ്ട്. 2013 സണ്ണി. അത് കേരള വണ്ടിയാ? കേരള ഒറിജിനൽ കേരള. എത്ര മോഡൽ അത്? 2013 മോഡൽ 14 റേസ്. ഓക്കെ. 13 മോഡൽ 14 റേസിനായിട്ടുള്ള വണ്ടി. മാക്സിമം ലോൺ എത്ര ഓടിയിട്ടുണ്ട്? അത് 1,66,000. റീപ്ലേസ് കാര്യങ്ങൾ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജറായിട്ട് ആക്സിഡന്റ്. ഓക്കെ. എത്ര ചോദിക്കണേ? 3 രൂപ. 3 രൂപ ചോദിക്കുന്നത്. ലോൺ ആക്കിയിട്ട് കൊടുക്കും. ലോൺ കിട്ടുമല്ലോ. 2000 എത്ര പറഞ്ഞ? 13 മോഡൽ 14 റൈസിനായിട്ടുള്ള വണ്ടി. മാക്സിമം ഫുള്ള് ലോൺ കയറും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാലേ കേട്ടോ. ഇത് നല്ലൊരു ആഴ്ചപ്പള്ളി സെൻ കാർ നോക്കാം. ഫുള്ള് മോഡിഫിക്കേഷൻ കേട്ടോ. അലോയ്സ് കാര്യങ്ങളൊക്കെ പിന്നെ കോസ്റ്റ്ലി അലോയ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ, പിന്നെ ഉള്ളിൽ ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. വണ്ടി കാണാൻ നല്ല ആലുവ പോലത്തെ വണ്ടി. ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 2004 മോഡൽ. 2004 മോഡലാണ് വരുന്നത്. ഇത് ഡീസൽ പെട്രോളാ? പെട്രോൾ ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ ആണ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്. അത് മാത്രമേ ഉള്ളൂ. പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തിരിക്കണല്ലേ? കമ്പനി വരുന്നതാണ്. കമ്പനി വരുന്നുണ്ട്. ഓക്കെ. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടി എന്ത് പാട്? തട്ടുമുട്ട് പേർക്ക് ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല അല്ല? നല്ല നീറ്റ് വണ്ടി അല്ലേ? പുതിയ റിന്യൂവൽ എടുത്തതാണ്. 2030 വരെ പേപ്പർ. 2029 അല്ലേ? 30 വരെ പേപ്പർ ഓൾറെഡി ഉണ്ട്. മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനില്ല. എണ്ണ അടിച്ചാൽ ഓടാം. ഈ ചെക്കന്മാരെല്ലാം ഉണ്ടെങ്കിൽ നോക്കിക്കാ കേട്ടോ. ചെക്കന്മാർക്ക് ഇത് കണ്ടാൽ തന്നെ എടുക്കും. പിന്നെ പൈസ നോക്കൂല. എത്ര ചോദിക്കുന്നത്? ഇത് ആ ഒരു വിലയുണ്ട്. ആൾറെഡി വില ആയ വണ്ടിയാണ്. 1,60 ചോദിക്കുന്നത്. 1,60 ചോദിക്കുന്നുണ്ട്. അത് അത്രയും കൂടുതൽ ചോദിക്കാൻ കാരണം ഈ മോഡിഫിക്കേഷൻ അതിനുള്ള മുതലുണ്ട് കേട്ടോ. ഇവര് 1,60 ചോദിക്കുമ്പോ നമുക്കിപ്പോ ചിരിക്ക് വരും. പക്ഷെ അതിനുള്ള മുതല് വരും. ഓക്കെ. അതെല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു റേറ്റ് ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാൽ കേട്ടോ. അതെ, നിർബന്ധിപ്പിക്കുന്നില്ല. നിങ്ങൾ പിന്നെ എന്തെങ്കിലും കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി തരും. അല്ലാതെ ഇവര് എന്താ വെച്ചാൽ ആ ഒരു റേറ്റിൽ തന്നെ പിടിക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നോക്കിക്കാൽ കേട്ടോ. അത് നമ്മൾ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ വെച്ചാല് ഇനിയിപ്പോ ബാഡ് കമന്റ് ഒന്നും ചെയ്യണ്ട. ഓക്കെ. ഇവിടെ നമുക്ക് ഒരു അതേപോലെ തന്നെ സെയിം മോഡല് വീണ്ടും ഒരു സെൻ കാരണം തന്നെ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര വരുന്നത്? 2004 LX ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടി AC പവർ സ്റ്റിയറിംഗ് ഇല്ല. ഓക്കെ. പിന്നെ വണ്ടി എന്ത് പാട്? അല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഇത് ഡീസൽ പെട്രോൾ? ഇതും പെട്രോൾ ആണ്. പിന്നെ പുതിയ പേപ്പർ ഓർഡർ എടുത്തിട്ടുണ്ടല്ലോ. എത്ര ചോദ്യം? നമ്മള് 1,10 ചോദിക്കണം. 1,10 ചോദിക്കുന്നുണ്ട്. ഇത് വണ്ടി എന്ത് ക്വാളിറ്റി ആണ്? 100 രൂപ വയലിട്ടേ കൊടുത്തത് തന്നെ. ഓക്കെ. അപ്പൊ ആവശ്യക്കാരനെ നോക്കിയോ കേട്ടോ. ഇവിടെ നമുക്ക് ഉണ്ടായിന്റെ ഇയോൺ നോക്കാം. ഇയോൺ വരുന്നത് എത്ര മോഡലാണ്? 2013 മോഡൽ. 2013 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് പ്ലസ് ആണ്. ഓക്കെ. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? 56,000. ഓണർഷിപ്പ് എത്രയല്ലേ? ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അല്ല? എത്ര ചോദ്യം? നമ്മൾ 1.5 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും അല്ലെ? ഇവിടെ നമുക്ക് ഒരു ആൾട്ടോ കാർ നോക്കാം. എത്ര മോഡലാണ്? ഇത് 2010 മോഡലാണ്. 2010 മോഡലാണ്. ഓപ്ഷൻ വരുന്നത്
LX ആണ് ഓപ്ഷൻ. LX ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് പവർ സ്റ്റാറിംഗ് ആണ് വരുന്നത്. ഓക്കെ. വണ്ടി എന്ത് പാട് റീപ്ലേസ് കാര്യങ്ങൾ തട്ടുമുട്ട് ആക്സിഡന്റ് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അല്ല? മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല അല്ലേ? 2010 മോഡൽ അല്ല? 10 മോഡൽ. 2010 എടുക്കാണ്ട്. AC പവർ സ്റ്റിയറിംഗ് LX ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ചോദ്യം? 1.20 ചോദിക്കും. 1.25 1.20 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് തരും കേട്ടോ, ഫിക്സ് റേറ്റ് അല്ല, വണ്ടി ക്വാളിറ്റി ആണ്. അടുത്ത നമുക്ക് വാഗണർ നോക്കാം. വാഗണർ 2015 മോഡൽ LX ആണ്. LX ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? ആൾറെഡി പെട്രോളും CNG കൂടി ഇൻക്ലൂഡ് ആണ്. ഇൻക്ലൂഡ് ആയിട്ടുള്ള CNG നിങ്ങൾ എക്സ്ട്രാ കയറ്റി ചെയ്താ? അത് പുറത്തെ വണ്ടി റീവൈസ് ചെയ്ത വണ്ടി. മൈലേജ് ഉദ്ദേശിച്ച് വരുന്നവർക്കാണെങ്കിൽ നമ്പർ ആയ വണ്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും അത്യാവശ്യം. CNG കൂടെ ഉള്ളത് രണ്ടിപ്പോ അഥവാ CNG കഴിഞ്ഞാൽ ഇപ്പൊ പെട്രോൾ ഓടാം, പെട്രോൾ കഴിഞ്ഞാൽ CNG ഓടാം അല്ല? അപ്പൊ ആ ഒരു സെറ്റപ്പാണ്. എത്ര ചോദ്യം? നമ്മൾ 3 രൂപയാണ് ചോദിക്കുന്നത്. 3 രൂപ ചോദിക്കണ്ടല്ലോ. 2015 മോഡൽ LX ആണ് 3 രൂപ ചോദിക്കേണ്ടത്. മേജർ ആയിട്ട് തട്ടുമുട്ടൊന്നുമില്ല, മെക്കാനിക്കൽ പരമായിട്ടൊന്നും ചെയ്യാൻ ഒന്നുമില്ലല്ലേ? ആർക്കും വേണമെങ്കിൽ വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ല വണ്ടി. അപ്പൊ ബാണെങ്കിൽ വിളിച്ചോ. ഇവിടെ നമുക്ക് ഒരു ഇത്യോസ് ലിവ സോൾഡ് ആയിക്കണം. ഓക്കെ, എന്നാൽ അത് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് ഒരു ഓണ്ടിന്റെ അക്വാഡ നോക്കാം. അക്വാഡ എത്ര മോഡൽ? അക്കോട് 2009 മോഡൽ. 2009 മോഡലാണ്. വണ്ടി ആൾറെഡി ഇപ്പോ 65 NOC ആയിട്ടുണ്ട്. NOC റീവണ്ടിയാണ്. സെക്കൻഡ് ആയിക്കണല്ലേ? ഓക്കെ. വണ്ടി എന്ത് പാട്? നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കാര്യമൊന്നുമില്ല. ഒരു ആഡംബര കാർ അല്ലേ ഇത്? പ്രീമിയം ലെവലില്. ഓക്കെ, ഒരു പ്രീമിയം ലെവലുള്ള വണ്ടിയാണ്. വണ്ടി തട്ടുമുട്ടി പേർക്ക് കുത്തൊന്നുമില്ലല്ലോ? ഒന്നുമില്ലല്ലോ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് 3.4 ചോദിക്കണ്ടല്ലോ. നമ്പർ ആക്കിയിട്ട് 3.4 ചോദിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ബെൻസ് കാർ നോക്കാം. ഇത് ഈ ക്ലാസ്സാ? സി ക്ലാസ് അല്ല? ഓക്കെ, എത്ര മോഡൽ? റീവണ്ടി അത്? നമ്പർ ആയിട്ടുണ്ട് അല്ലേ? എത്ര? 2005 മോഡലാണ്. വണ്ടി എന്ത് പാട്? ആക്സിഡന്റ്? ഇത് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? മാനുവൽ ആണ്. പെട്രോൾ ആണ്. സൺറൂഫ് ഒക്കെ ഉണ്ടല്ലേ? പെട്രോൾ ഒരു 10 മൈലേജ് കിട്ടൂല? 10-13 മൈലേജ് കിട്ടും. വണ്ടി ക്വാളിറ്റി ആണോ? വണ്ടി ക്വാളിറ്റി. എത്ര ചോദ്യം? ഇത് നമ്മള് 3.5 ചോദിക്കുന്നുണ്ട്. 3.4 കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു ഇത്യോസ് ലിവ ഇത് മോഡൽ എത്ര? ഇത് 2018 വണ്ടിയാണ്. GD ആണ് ഓപ്ഷൻ വരുന്നത്. റീവണ്ടി ആണ്. ഡീസൽ ആണ് എഞ്ചിൻ വരുന്നത്. ഓൾറെഡി KL 84 കൊണ്ടോട്ടിയിലേക്ക് നമ്പർ ആയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നത്. എത്ര ഓട്ടം? 170. ജെന്യൂൻ ആണോ? ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഓട്ടത്തിൽ മനസ്സിലാവില്ല അത്. എത്ര ചോദ്യം? 5.25 ചോദിക്കണ്ടല്ലേ? 2018 മോഡലാണ്. GD ആണ് ഓപ്ഷൻ തന്നെ. 5.25 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് തരും. ഫിക്സ് റേറ്റ് അല്ല. ഇവിടെ നമുക്ക് ഒരു റിനോൾട്ടിന്റെ ക്യാപ്ചർ ആണ്. ഒരു SUV വണ്ടിയാണ്. SUV ടൈപ്പ് വണ്ടിയാണ്. എത്രയാണ് മോഡല്? 17 മോഡല് 18 റൈസറാണ്. 18 റൈസർ അല്ലേ? വണ്ടി എന്ത് പറയും? നല്ല നീറ്റ് കേരള വണ്ടിയല്ലോ? ഒറിജിനൽ കേരള. സെക്കൻഡ് എത്ര ഓടിയിട്ടുണ്ടാവും? 95,000 ആണ് ഓടിയത്. നിലവിൽ 92 ഇപ്പൊ സർവീസ് ചെയ്താണ് തന്നെ. വണ്ടി നല്ല ലുക്ക് ഉണ്ടല്ലേ? എന്താ ഉള്ളു ഇന്റീരിയർ ഭാഗത്തൊന്ന് നോക്കി, എന്താ സെറ്റപ്പ്. നല്ല ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. അലോയ്സ് കാര്യങ്ങളൊക്കെ കട്ടുള്ള ടയറാണ്. ഇത് മോഡൽ എത്ര നിങ്ങൾ? 2017 മോഡൽ 18 റൈസിനായിട്ടുള്ള വണ്ടി. ഷോറൂം സർവീസ് കറക്റ്റ്. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ്. എത്ര ചോദിക്കുന്നത്? നമ്മള് 6.15 ചോദിക്കുന്നുണ്ട്. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും? മാക്സിമം ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുമല്ലേ? നല്ല പാർട്ടി വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാല്ലേ കേട്ടോ. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പ്ലേസ് വരുന്ന പൂക്കോട്ടൂരാണ്. അതായത് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ, അതായത് കൊണ്ടോട്ടി റോഡിൽ കൂടി വരികയാണെങ്കിൽ ഒരു 6 കിലോമീറ്റർ ഉണ്ടാവും മലപ്പുറത്ത് നിന്ന്. അഥവാ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ വള്ളാമ്പ്ര കഴിഞ്ഞിട്ട് ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവില്ല, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാൻ വീഡിയോ ആ നമ്പർ ഉണ്ടല്ലോ, അതിൽ വിളിച്ചാൽ പിന്നെ അവർ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു തരും കേട്ടോ. വാട്സപ്പ് വഴി ആയിട്ട് അയച്ചു തരും ലൊക്കേഷന്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. അപ്പോൾ ഓക്കെ നസ്രു.